നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്കൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം. ഞാനൊരു 5 സവോള എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം. ചെറുതായിട്ട് നമുക്ക് ചോപ്പ് ചെയ്യാം. ചെറുതായിട്ട് നമുക്ക് അരിയാം. ഓക്കെ, ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മുട്ടയ്ക്ക് നമുക്ക് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ നമുക്ക് കൂടുതലാക്കാം. ഞാൻ 5 അതിൽ കൂടുതൽ എടുത്തിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു ചെറിയൊരു മീഡിയം ടൈപ്പ് ചെറിയ സവാള. ഞാൻ മുട്ട റോസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ കറികളുടെ കൂടെ, അതായത് നമുക്ക് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എസ്പെഷ്യലി കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ മുട്ട റോസ്റ്റ്, മുട്ടക്കറി. ഞാനിത് റോസ്റ്റായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഈ സാധനം. ഓക്കെ, നല്ലതായിട്ട് നമുക്കിതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് അരിയണം. ഓക്കെ, ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് പിന്നെ നമുക്കൊരു ചെറിയ കഷ്ണം ചെറിയൊരു ഇഞ്ചി എടുത്ത് നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഇഞ്ചി അരിയാം. നമുക്ക് ചെറുതായിട്ട് അരിയാം. നമുക്ക് ചെറിയ കഷ്ണം ഇഞ്ചിയാണ് നമുക്ക് എപ്പോഴും നല്ലത്. വളരെ കൂടുതലിട്ട് കഴിഞ്ഞ് ഇഞ്ചി നല്ല ടേസ്റ്റുള്ള സാധനമാണ്. നമുക്ക് ഹെൽത്ത് വൈസും ഒക്കെ നല്ലതാണ്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റിന് മാറ്റം വരാം. അപ്പോൾ ഏത് സാധനങ്ങളാണെങ്കിലും ഇപ്പം നമ്മൾ കറികളൊക്കെ വെക്കുമ്പോൾ ചില സാധനങ്ങളൊക്കെ നമുക്ക് ഹെൽത്തിന് നല്ലതാണെങ്കിൽ കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ്. അതുപോലെ തന്നെ നമുക്ക് ഒരു 4 അല്ലി ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വലുത വെളുത്തുള്ളിയാണ്. ഓക്കെ, ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചെയ്യാം. അത് കഴിഞ്ഞു. പിന്നെ ഒരു തക്കാളി ഞാൻ എടുക്കാം. അതും ചെറുതായിട്ട് നമുക്ക് ചോപ്പ് ചെയ്യാം. ഞാൻ തീരെ ചെറുതായിട്ടല്ല അരിഞ്ഞിരിക്കുന്നത്. തക്കാളിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് നമ്മുടെ കറിയുമായിട്ട് അത് അങ്ങ് പെട്ടെന്നത് ഇതാകും. 2 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് കൊറിയൻഡർ ലീഫ് എടുത്തിട്ടുണ്ട്, മല്ലിയില, പിന്നെ കരിവേപ്പില. നമ്മുടെ സാധനങ്ങളെല്ലാം ആയിട്ടുണ്ട്. നമുക്കിതിനകത്ത് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇനി നമുക്ക് എണ്ണ ഒഴിക്കാൻ കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിക്കുന്നു. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുകിടാം. കടുകിട്ടതിന് ശേഷം നമുക്ക് അത് പൊട്ടിയതിന് ശേഷം നമുക്ക് പട്ട, ഗ്രാമ്പൂ, കത്തോലം ഇതെല്ലാം കൂടെ നമുക്കൊന്നിട്ട് ഇത് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇഞ്ചി, പച്ചമുളക് ഇടാം, വെളുത്തുള്ളി. അത് കഴിഞ്ഞ് നമുക്ക് ഉള്ളിയിടാം. സവോള ഇട്ടു. സവോള ഇട്ടതിന് ശേഷം നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിത്
ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കരിയാപ്പിലയും കൂടി ഇടുന്നത് നല്ലതാണ്. കരിയാപ്പില ഇടുന്നു. നല്ലതായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നല്ലതായിട്ട് നമുക്കൊന്ന് വഴറ്റാം. ഓക്കെ, വഴറ്റി നമ്മൾ നല്ലതായിട്ട് വഴറ്റി നല്ലതായിട്ടൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. മുട്ടക്കറി നമുക്ക് കൂടുതൽ കേരളത്തിലുള്ള ആൾക്കാർക്ക് പൊതുവെ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള ആൾക്കാർക്കല്ലേ നമ്മളെവിടെ പോയാലും മുട്ട എന്ന് പറയുന്നൊരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ചില രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടു, ചിലയിടത്തൊക്കെ ഈ ചൈനയിലും കൊറിയയിലും ഒക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ 4, 5, 6, 8 ഒക്കെ മുട്ട ഒറ്റയടിക്കും. ചില യാത്രകളിലൊക്കെ കൊറിയയിലൊക്കെ പോകുമ്പോൾ, കൊറിയയിലും ചൈനയിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ കാണാറുണ്ട്. പക്ഷെ നമ്മൾ വളരെ കുറച്ചോ കഴിക്കാറുണ്ട്. ഒരെണ്ണം മുട്ട അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഞാൻ കഴിക്കാൻ പാടില്ല. പക്ഷെ അവർ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മുട്ടയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് വളരെ ഇതാണ്. നല്ലതായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. മുട്ട ചില കറികളിൽ കൂടെ നമ്മളത് കണ്ടിട്ടുണ്ട്. മുട്ട റോസ്റ്റ് അല്ലാതെ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്. പലരും ഇതിൻ്റെ കൂടെ വേറെ ഉള്ള കറികളിലൊക്കെ ആഡ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പൊതുവെ ഞാൻ തമിഴ്നാട്ടിൽ വേറെ കുറേ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ മുട്ട ആഡ് ചെയ്യുന്നത്, അതായത് ചിലർ പച്ചക്കറിയിൽ പോലും ആഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മുട്ട. അതായത് നമ്മൾ ചില കറികളിലൊക്കെ അവർ മുട്ട പൊട്ടിച്ചൊഴിച്ച് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. നേരെ മറിച്ച് നമ്മൾ മലയാളികൾ വളരെ റെയറായിട്ടാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത് വളരെ കുറവായിട്ടാണ് ഞാൻ കണ്ടത്. എന്നാൽ ഒഴിക്കാറുണ്ട്, എന്നാലും റെയറായിട്ടാണ്. മുട്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് കുക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും മുട്ടയുടെ മുട്ടത്തോരൻ എന്ന് പറയും. അതൊക്കെ വളരെ ടേസ്റ്റായിട്ട് എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു, അതായത് പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. ഓംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് അല്ലേ. ബുൾസൈ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഫേമസ് ആണ്. ഇപ്പം നമ്മൾ കേരളത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒക്കെ ഒട്ടുമുക്കാൽ ആൾക്കാരും പിന്നെ ബുൾസൈയും പിന്നെ തട്ടുകടകളിലൊക്കെ ഇതും ഒക്കെ കണ്ടമാനം, അതായത് റോസ്റ്റും ഒക്കെ കഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫേമസ് ആണ്. ഇനി നമുക്കതൊന്നും നല്ലതായിട്ട് ഇളകി വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് മല്ലിപ്പൊടി ഇടാം. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു. മഞ്ഞൾപ്പൊടി ഇട്ടതൊന്നും നമുക്ക് ശരിക്കും ഇളക്കി. അതിന് ശേഷം നമുക്ക് കുറച്ച് ജീരകം ഒന്നിടാം. ജീരകപ്പൊടി അത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുന്നു. നല്ലതായിട്ട് നമുക്ക് ഇറക്കുന്നു. നല്ലതായിട്ട് ഇറക്കി നമുക്ക് മുളക് പൊടി ഇടാം ആവശ്യത്തിന്. മുളക് പൊടി നമുക്ക് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലതായിട്ട് റോസ്റ്റ് ചെയ്യാം. നല്ലതായിട്ട് ഇളക്കാം. അതിൻ്റെ പച്ചമണം വേണം. മല്ലിപ്പൊടി ഇടുന്നു. മല്ലി നമുക്ക് നല്ലതായിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. നല്ലതായിട്ട് ഇതിന് മണം പോകണം. നല്ലതായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലതായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലതായിട്ട് റോസ്റ്റ് ചെയ്ത് എടുത്ത് വരുന്നുണ്ട്. നമുക്ക് കാണാൻ നമുക്ക് അതിൻ്റെ കളറ് നമുക്ക് കാണാം. ഞാൻ കശ്മീരി ചില്ലിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. എപ്പോഴും കശ്മീരി ചില്ലിയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. നല്ലതായിട്ട് നമുക്കൊന്ന് ഇളക്കാം. നല്ലതായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക്
നല്ലതായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ മസാല, ഞാൻ ഇതിനകത്ത് ചിക്കൻ മസാലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചിക്കൻ മസാല നമുക്കൊന്ന് ആഡ് ചെയ്യാം. അതും നല്ലതായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം അത് നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം നല്ലതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലതായിട്ട് റോസ്റ്റ് ചെയ്യാം. റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തക്കാളിയും കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യാം. നല്ല ആഡ് ചെയ്തു, നല്ലതായിട്ട് ഇളക്കിയെടുത്തു. പിന്നെ നമുക്ക് തക്കാളി ഇടാം. തക്കാളി ഇട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളത് ഈ തക്കാളി ഇത് കുറേ കഴിഞ്ഞിടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തെ അതായത് അല്ലെങ്കിൽ പിന്നെ ഈ വെള്ളത്തിന് അതായത് കുറച്ച് കഴിഞ്ഞിടുമ്പോഴാണ് നമുക്കത് നല്ലതായിട്ട് പിന്നെ നമുക്ക് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. വൃത്തിയായിട്ട് ഒന്ന് ഇളക്കി അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ആ പുളിരസവും മധുരവും എല്ലാം കൂടെ വരുമ്പം അതിന് വേറൊരു ടേസ്റ്റായിട്ട് വരും. തക്കാളി ഇട്ട് കഴിയുമ്പോഴത്തേനും അത്യാവശ്യം നല്ല രീതിയിൽ റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. നല്ലതായിട്ട് റോസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം നമുക്കൊഴിക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഗരം മസാല നമുക്ക് ഇടാം. നമുക്കതിനകത്ത് അപ്പം അത്യാവശ്യം നല്ല മണം വരുന്നുണ്ട്. അതൊന്ന് നല്ലതായിട്ട് തിളയ്ക്കണം. എണ്ണ തെളിയും. കുറച്ചും കൂടെ നമുക്ക് ഗരം മസാല ഇടാം. നല്ലതായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇതിനകത്ത് പിന്നെ നമുക്ക് കുരുമുളക് പൊടി, ഞാൻ അതിനകത്ത് അതിനകത്ത് ഞാൻ കുരുമുളക് അത് ഇട്ടിട്ടുണ്ട്. വെള്ളം കുറച്ചും കൂടെ ആവശ്യത്തിന് നമുക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്യാം. അത് നല്ലതായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ അത്യാവശ്യം നല്ല മണം വരുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റായിട്ട് നമുക്ക് തോന്നും. ഭയങ്കര ടേസ്റ്റായിട്ട് അതിൻ്റെ ഗ്രേവി അത് നമ്മൾ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. അതായത് നമ്മൾ എപ്പോഴും ഏത് സാധനമാണെങ്കിലും വെള്ളം കുറച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും നിങ്ങൾക്കൊക്കെ അറിയാം. നല്ലതായിട്ട് അത് തിളയ്ക്കുന്നു. നല്ലതായിട്ട് എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങി. ഒക്കെ കാണുന്നുണ്ടായിരിക്കും. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടി പിടിക്കാൻ പാടില്ല. അടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കറിയുടെ ടേസ്റ്റ് പോയി. നമുക്ക് മുട്ട ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ മുട്ട ആഡ് ചെയ്ത് വെച്ചു. ഇനി ഒന്ന് തിളയ്ക്കണം നല്ല വൃത്തിയായിട്ട്. നമ്മളുടെ മുട്ട റോസ്റ്റ് റെഡിയായി. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ എൻ്റെ ചാനലിനകത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. എനിക്ക് മെസ്സേജ് അയക്കണം. നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഒത്തിരി കുറവുകളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ വളരെ നല്ല ടേസ്റ്റാണ്, രസകരമായിട്ടുള്ളതാണ്. താങ്ക് യു.